ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കല്ലേ. അപ്പോൾ അതിനായിട്ട് 3 പഴുത്ത മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കൊടുത്തിട്ട് വൃത്തിയാക്കുക കേട്ടോ. 2 മാങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു മാങ്ങ ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ 2 എണ്ണം വലിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഒരെണ്ണം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. വലുതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്കതിങ്ങനെ കടിക്കുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഇത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. മറ്റ 2 എണ്ണം ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തന്നെ ചേർക്കരുത് കേട്ടോ, വെള്ളമില്ലാതെ അടിച്ചെടുക്കുക. പിന്നെ ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെയ്താലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഏതായാലും ഇതിൽ ചെയ്തു എന്നുള്ളൂ. പിന്നെ നമ്മുടെ കേക്കിൻ്റെ മാതിരി തന്നെ നല്ലോണം സ്റ്റിഫായിട്ട് വരുമൊന്നും വേണ്ട, ഒരു ഏകദേശം കുറച്ചൊന്ന് ഈ പരുവൊക്കെ ആകുമ്പോൾ മതി കേട്ടോ, നമുക്ക് നിർത്താം. എന്നിട്ട് ഞാൻ അടിച്ചു വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതൊന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വേറെ മാംഗോൻ്റെ എസൻസ് ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ, ഇത് മാത്രമേ ഇടണുള്ളൂ. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മാങ്ങേൻ്റെ കുറച്ചുണ്ട് ഞാൻ എടുത്ത് വെച്ച് പറഞ്ഞില്ലേ, അതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഫുള്ളുകൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ക്രീം മൊത്തം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, അതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മാങ്ങേൻ്റെ ഇതുണ്ടല്ലോ, അത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തോളണമെന്നൊന്നുമില്ല കേട്ടോ, മൊത്തത്തിൽ മിക്സിയിലേക്ക് തന്നെ ഇട്ടാൽ മതി. ഞാനങ്ങനെ ജസ്റ്റ് ലെയറായിട്ട് ചെയ്തെന്നുള്ളൂ. പിന്നെ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ മാറ്റി വെച്ചേ, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പഞ്ചസാര കടിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അലിഞ്ഞ് അതിലേക്ക് ചേർന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അടച്ച് വെക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇങ്ങനെ വെച്ചെടുക്കുക കേട്ടോ. അതിപ്പോൾ നമ്മൾ ചോറൊക്കെ കൊണ്ടുപോകുന്നൊരു ഷീറ്റ് ഉണ്ടല്ലോ, അതാണ്. എന്നിട്ട് അടച്ച് വെക്കട്ടോ, അത് വെള്ളമൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഇറങ്ങണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. 6 അല്ല, ഞാൻ തലേന്ന് ഉണ്ടാക്കി പിറ്റേന്നാണ് ഇട്ടെടുക്കണത്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, ഒക്കെ സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഏതായാലും ഇതുപോലൊരു താവയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. കണ്ടോ, അതേപോലെ എടുത്താൽ മതി. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങേൻ്റെ ആ ചുവയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു മാങ്ങ 2 എണ്ണം ആയതുകൊണ്ട് കുറച്ച് ചുവ കുറയുമോ എന്നൊക്കെ, പക്ഷേ അതല്ല, നല്ല ചുവ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡെക്കറേഷനായിട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി അതിൻ്റെ മുകളിലേക്ക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ചോക്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഇതൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി, എന്നാലും നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഏതായാലും ബൂസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഫൈനൽ ലുക്ക് ഇതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മക്കൾക്കൊന്ന് കൊടുക്കട്ടെ. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുകയാണ്, അവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായി. പിന്നെ കണ്ണന് പ്രത്യേകത ഉണ്ട്, ഓൻ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല. അപ്പോൾ ഇതിൽ മാങ്ങ ഇട്ടതുകൊണ്ട് അവന് വലിയൊരു പിടുത്തം പിടിച്ചില്ല. അപ്പോൾ ഞാൻ അടിയത്തെ കുറച്ചെടുത്ത് കൊടുത്തു നോക്കി. അപ്പോൾ എന്നാലും അതിൻ്റെ ചുവണ്ട് പറഞ്ഞിട്ട് അവൻ വല്ലാതെ കഴിച്ചില്ല കേട്ടോ. മറ്റൊരു 3 ആളും കഴിച്ചു. അപ്പോൾ മറ്റേ കുട്ടി അമ്മേൻ്റെ അനിയത്തീൻ്റെ മകൻ്റെ കുട്ടിയാട്ടോ. അപ്പോൾ അവൾ ഇങ്ങോട്ട് നിൽക്കാൻ വന്നതായിരുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും നല്ലോണം പറ്റി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റും അയയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്